ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. അപ്പം നമുക്കപ്പോൾ ഇന്ന് എറണാകുളത്തൊന്ന് പോകണം, ബസ്സിന് പോകണം. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്ത് പോകണ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എറണാകുളം കളമശ്ശേരിക്കാണ് നമുക്ക് പോകേണ്ടത്. കളമശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10:30 നമുക്ക് ഇറങ്ങണം. 1 മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞത് അവിടെ. അപ്പോൾ എറണാകുളമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് അനിയൻ കാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അനിയനായിട്ട് ഞാൻ ഡിസൈറിൽ 3:30 പോകുന്നു. ഇപ്പോൾ സമയം 10:50 KSRTC പോയി. ഇപ്പോൾ ഞാൻ കാത്തു നിൽക്കുന്നത് 5 മിനിറ്റായിട്ടും ബസ്സൊന്നും കാണില്ല. 10:55 കഴിഞ്ഞ് 11 മണിയാവാനായി. 11 മണി കഴിഞ്ഞിട്ടും 11:05 11:10 ഏകദേശം ആയപ്പോഴാണ് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വരുന്നത്. അപ്പോൾ എറണാകുളം വൈറ്റിലേക്കുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വൈറ്റിലുള്ള വണ്ടി കയറി നമുക്ക് എടപ്പള്ളി ഇറങ്ങാൻ പറ്റുള്ളൂ. കൃഷ്ണ വന്നപ്പോൾ നമ്മൾ അങ്ങനെ കൃഷ്ണയിൽ കയറിയപ്പോൾ ഇരിക്കാൻ സീറ്റൊന്നും ഇല്ല. ആൾക്കാരൊക്കെ നിൽക്കണം, ഇരിക്കാൻ സീറ്റില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും പിന്നിൽ ഒരു സീറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ആ സീറ്റിൽ അങ്ങോട്ട് ഇരുന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ പോന്നുകൊണ്ടിരിക്കണം. എറണാകുളം ഭാഗത്തൊന്നും പറവൂരൊക്കെ എത്തിയപ്പോഴൊന്നും മഴയൊന്നുമില്ല. മഴക്കൊക്കെ ഒരു ശമനമുണ്ട്. ബസ്സിൽ കുടുക്കണം അങ്ങനെ ബസ്സിൽ അമൃതയിൽ പോകുന്നുണ്ട്. 12:30 ഇപ്പോൾ നമ്മൾ എടപ്പള്ളി എത്തിയിട്ടില്ല. 1.5 മണിക്കൂറോളം ആവാനായി ബസ്സിൽ കയറി ഇരുന്നിട്ട്. ഇതുവരെ നമ്മൾ എടപ്പള്ളി എത്തിയിട്ടില്ല. ബസ് ഭയങ്കര ഷോക്കാണ്. കുലിങ്ങ എല്ലൊക്കെ വെള്ളമായിട്ടാ മാതിരി കുലിക്കും. നമ്മളെ കൂട്ടുകാരത്തിൻ്റെ എന്നുള്ള പേര് ദക്ഷ എന്നുള്ള പേരിട്ട്. നമ്മളെ കൂട്ടുകാരത്തിൻ്റെ പേര് ദക്ഷ കേട്ടാ. ഒന്ന് 5 1.5 കാഴ്ച നമ്മൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടാ. 2 മണിക്കൂർ കാത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കളമശ്ശേരിക്ക് പോകാൻ മെട്രോയിൽ പോവാം. കളമശ്ശേരിക്ക് മെട്രോയിൽ പോവാം. കളമശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിനേലും നല്ലത് മെട്രോ ആയിരിക്കും. ബസ്സാകുമ്പോൾ ഇനിയും കാത്തുന്ന സമയം വൈകും. അതിൻ്റെ പേരിൽ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെട്രോ സ്റ്റേഷനിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോകണേ. മെട്രോ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ നിന്നിട്ട് കളമശ്ശേരിക്ക് ഒരു ടിക്കറ്റ്. കളമശ്ശേരിക്ക് ടിക്കറ്റിന് 20 രൂപ ടിക്കറ്റിന് കേട്ടോ. അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തും കഴിഞ്ഞ് നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ QR കോഡ് വെച്ചാൽ തുറക്കും കേട്ടോ. ഗേറ്റിൻ്റെ അവിടെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ മെട്രോയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ മേലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം അന്വേഷണം ഒരു 4 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരുന്നതാണ് ചേച്ചിയോട് പറയാൻ പറഞ്ഞത്. നമ്മളെ വണ്ടി വന്നിട്ടാണ്. നമ്മളെ വണ്ടി വന്ന് അപ്പം നമ്മൾ ഇഷ്ടംമാരെ ആൾക്കാർ എടപ്പള്ളിയിൽ ഇറങ്ങാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കയറണം. നമ്മുടെ കൂടെ വാടാനപ്പുള്ളി കണ്ടക്ഷൻ കടയിലുള്ളൊരു ചേട്ടൻ ഉണ്ട്. ആ ചേട്ടൻ മോൻ്റെ ബാസ്കറ്റ് ബോൾ കളി ഇറക്കിയിട്ട് കളമശ്ശേരിയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ പോകണമെന്ന് പറഞ്ഞു നമ്മളോട്. അപ്പോൾ ആ ചേട്ടന് ആദ്യമായിട്ട് മെട്രോയിൽ കയറണം. അപ്പോൾ ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആ ചേട്ടന് ഒരു നമ്മൾ മെട്രോ കയറേണ്ട കാര്യങ്ങളും മെട്രോ സ്റ്റേഷനിലെത്തി ഇറങ്ങേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മെട്രോ ഇറങ്ങി നമ്മൾ അങ്ങനെ ശാന്തിനഗർ പോകാനായിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. ഓട്ടോറിക്ഷ കയറിയിരുന്ന ഓട്ടോറിക്ഷക്കാരൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓട്ടോറിക്ഷക്കാർ മീറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. മീറ്ററൊക്കെ നോക്കിയിരുന്നത്. പക്ഷേ മീറ്ററിലെ കാശ് എല്ലാ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു. 14.50 ഓട്ടോറിക്ഷക്കാരൻ 50 രൂപ വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരൻ പറ്റിച്ചു. അപ്പോൾ നല്ല മഴ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അതേ കൂടെ കൂടി നടക്കണം. നമുക്ക് വീട് കണ്ടുപിടിക്കേണ്ട. വീട് ഓട്ടോറിക്ഷക്കാരൻ കറക്റ്റ് അറിയില്ല. ഓട്ടോറിക്ഷക്കാരൻ പലയിടത്ത് തന്നെ ഇറക്കി വിട്ടു. ഇപ്പോൾ നല്ല മഴത്ത് കുടം ചൂടി ഞാൻ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് നടന്നപ്പോഴേക്കും വീട് കണ്ടുപിടിച്ചു. 61 നമ്പർ വീട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മൾ 61 നമ്പർ വീട്. നമുക്ക് എടുക്കാനുള്ള വണ്ടി അകത്ത് കിടക്കേണ്ടത് വാഗനറാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സി യു.